നിങ്ങൾ വലിയ പുള്ളികളാണെന്നാണോ പറയുന്നത്? അപ്പൊ ഞാൻ അത്ര വലിയ ആളൊന്നും അല്ലേ എന്റെ തന്നെ. ഞാനൊരു പാവ. അതെ, എഴുതി ഒട്ടിക്കണോ നെറ്റില്? പറഞ്ഞു പാവാണ്. അതെ, പാവല്ല. സിറില് പറഞ്ഞല്ലോ. സിറില് പറഞ്ഞാ പിന്നെ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞ സിറില് പറഞ്ഞാ പിന്നെ ലാസ്റ്റ് വാക്കാവും. സിറില് പറഞ്ഞാ പിന്നെ ഞാനെന്ത് പറയാനാ? നിങ്ങള് സിറില് പറഞ്ഞാ പിന്നെ ലാസ്റ്റ് വാക്കാണത്. സിറിലിന്റെ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും പറയാനില്ലല്ലോ. പിന്നെ വേറെ എന്നുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ? ഫുഡ് ചപ്പാത്തിയും ചിക്കനും. ഓ, നിങ്ങൾ വലിയ ചപ്പാത്തിക്കാരാണോ? എല്ലാം ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് രജി ചപ്പാത്തി കഴിക്കണം എന്ന് ഇന്നലെ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചോദ്യം, ചപ്പാത്തിയും ചിക്കൻ കറി കഴിക്കാൻ. ഞങ്ങൾക്ക് പക്ഷെ മീൻതോരനും ഇതൊക്കെ ഇരിപ്പുണ്ട്. മീൻതോരനും പാവയ്ക്ക മെഴുക്കുവരട്ടിയും രസവും മഷ്റൂം തോരനും. എനിക്ക് നിങ്ങൾ വലിയ വെപ്പുകാരാ. ഒക്കെ ഇരിപ്പുണ്ട്. എന്നാലും നിങ്ങൾ വലിയ വെപ്പുകാരാ പണ്ട് പോലെ. വായിന്നല്ല എന്താ കേൾക്കും കേട്ടോ. അതെന്താ നിങ്ങളെന്താ വെക്കില്ലെന്നാണ് പറയുന്നത് ഇപ്പൊ? ഓ, ജിഞ്ചർ ഗാർലിക് കിട്ടില്ല. ഓ, ആൻസി വന്നിട്ട് വേണം. ആൻസി പിന്നെ ഇന്ത്യൻ ഫുഡില്ല ആൻസി കൊണ്ട്. ആൻസി പറഞ്ഞ് അതൊക്കെ ഞാൻ പറഞ്ഞെല്ലാം സെറ്റ് വെച്ചിരിക്കാം. അന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു സാധനം വെക്കില്ല. എല്ലാം എനിക്ക് ഇന്ത്യൻ ഫുഡ് വേണം തോന്നിയ നേരെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് വേണമെങ്കിൽ നേരെ ആൻസി എടുക്കും. 3 നേരം ആൻസി ഉണ്ടാക്കി, അത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ കൊള്ളാം, വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് വെക്കാൻ സമയം ഉണ്ടാവുള്ളൂ. കെട്ടിയോളൊന്നും അല്ല, എന്നാലും ആൻസി ആൻസി കുഴപ്പമില്ലാതെ ഫുഡ് വെക്കാൻ തോന്നുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും നമുക്കൊരാള് സംസാരിക്കുമ്പോ അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അല്ല, ഫുഡ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളും ഇല്ലാത്ത ഒരാളും സംസാരിക്കുന്നതായിട്ട് അറിയാം. അതറിയോ? ഫുഡ് വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ എപ്പോഴും അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. തനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ താനങ്ങ് ഗതികെട്ട് വെക്കുന്നതേ ഉള്ളൂ. തീരെ പറ്റാഞ്ഞിട്ടങ്ങ് വെക്കുന്ന അത്രേ ഉള്ളൂ. എനിക്കറിയാം, എനിക്ക് എന്റെ തോന്നലിൽ താൻ വെക്കും, ഫുഡ് വെക്കുമ്പോൾ നല്ലതായിട്ട് വെക്കുമായിരിക്കും. പക്ഷെ തനിക്കിപ്പോ ആരെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ ട്രൈ ഒരാള് ചെയ്ത് കൊടുക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ താൻ വെക്കുന്നില്ല. നമുക്ക് അറിഞ്ഞൂടെ? പക്ഷെ വെക്കുന്ന ഇല്ലെന്ന് പറയുന്നില്ല, ഫുഡ് വെക്കുന്ന അതിപ്പം ആരെങ്കിലും വെച്ച് തരാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല. പക്ഷെ പൊതുവെ വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ വെക്കാന്ന് പറഞ്ഞാലും സ്വന്തത്താനെ വെക്കണമെന്നൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമത്. അതിപ്പോ എന്റെ ചേച്ചിയുണ്ട്, കസിൻ ചേച്ചി. പുള്ളിക്കാരിക്ക് ഇപ്പൊ ആരെങ്കിലും വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാലും പുള്ളി ചെയ്ത് നോക്കും, കഴിക്കും, വല്ലപ്പോഴും ഒക്കെ കഴിക്കും. പക്ഷെ കൂടുതലും പുള്ളിക്കാരി തന്നെ വെച്ച് കഴിക്കുള്ളൂ. കാരണം അത് ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെപ്പോഴും. എന്റെ കെട്ടിയോനും പിള്ളേർക്കും വേറെ ആരും വന്ന് വെച്ച് കൊടുക്കുവോ? കെട്ടിയോനും പിള്ളേരുടെ കാര്യം വിടുക. അതിപ്പം എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ. കെട്ടിയോനും ഭർത്താവും പിള്ളേർ, നമ്മുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാ. കാരണം കെട്ടിയോനും പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ജിനിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. ജിനിയെ എനിക്കൊന്ന് വർക്കിലാന്ന് തോന്നുന്നു. കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു ജിനിയെ വിളിച്ചപ്പം ജിനി എനിക്ക് തോന്നുന്നു വർക്കിലായിരിക്കണം. മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വിളിക്കുമായിരിക്കും. പുള്ളിക്കാരിക്ക് 10 മണിയാകുമ്പോഴാണ് തീരുന്നത് മിക്കവാറും ചില സമയത്തൊക്കെ. അങ്ങനെ ജിനി മോളെ ഒന്ന് വിളിക്കണം. പിന്നെ അപ്പൊ നിങ്ങൾ എന്നാ വിളിച്ചോടുന്നേ? എനിക്കൊന്ന് കാണണം വിളിച്ചോടുന്നേ. എന്നിട്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറയട്ടെ, ഞാൻ ഒളിച്ചോടുന്നൊന്നും ഇല്ല എന്റെ പൊന്നെ. നിങ്ങൾ സംഭവമായിരിക്കും അത്. നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചേർന്ന്
പിന്നെ പിടിച്ചോണ്ട് വരുന്നു. പിന്നെ പിടിച്ചോണ്ട് വന്നു. ഞാൻ ഇറങ്ങിയപ്പോഴേ പിന്നെ എന്റെ വീട്ടിൽ കിടക്കുന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ. നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് കേൾക്കണ്ടു. എപ്പോഴാ വരുന്നത്? ഇപ്പൊ വരുമല്ലോ. താൻ ഞങ്ങക്ക് വേർഡ് തരാന്നുണ്ട്, ഇതുവരെ തന്നില്ല. തരാന്ന് ചോദിച്ചാ അത് കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുമ്പോ വേണ്ട ചോദിക്കാൻ, അല്ലാതെ അടുക്കള ഇരിക്കുമ്പോഴാണ് ചോദിക്കേണ്ടതൊക്കെ. നിങ്ങൾ പിന്നെ ആന്റിവൈറസ് ഒക്കെ മേടിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് പിന്നെ അതിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. താനല്ലേ പറഞ്ഞ അടിച്ചു പോയത് കുഴപ്പമില്ലാന്ന്, 25 കൊണ്ട് കൊടുത്ത് റീഇൻസ്റ്റോൾ ചെയ്യാൻ. എന്നാന്ന് വെച്ചാൽ കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ അസുഖം വന്ന് ചാവാറാകുമ്പോഴേ ഇഞ്ചക്ഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ തന്നെ കൊള്ളാം കേട്ടോ. പിന്നെ തന്നെ മറുപടി പറയണം. ഞാൻ പറഞ്ഞു അത് പോയ കമ്പ്യൂട്ടർ പോയാലും നമുക്കത് റീഇൻസ്റ്റോൾ ചെയ്യാം. അതിപ്പോ ഒരു അസുഖം വന്ന ഒരാളോട് ഡോക്ടർ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മൾ കഴിയുന്നത് അത് ഇപ്പൊ തന്റെ കാശില്ലാന്ന് പറഞ്ഞിട്ട് തന്നെ പോട്ടെന്ന് പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും താൻ പറഞ്ഞോ എന്നാ പിന്നെ പോട്ടെ, അടിച്ചു പോയാൽ പുതിയ കയറ്റിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞത്. പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റൂ. അതിലിപ്പോ ഏതായാലും ഒരെണ്ണം മേടിച്ചിട്ട് കഴിഞ്ഞാല് ഇങ്ങനെ കുഴപ്പമില്ല ഓടിക്കോളൂ. അത് നിങ്ങൾക്കല്ലേ എന്നെ വഴക്ക് പറയാനല്ലേ സമയമുള്ള എപ്പോഴും. കണ്ട ദേഷ്യം വരുന്നുണ്ടോ നിങ്ങക്ക്? പിന്നെ ദേഷ്യം വരാതെ ആന്റിവൈറസ് വേണ്ട, 25 പൗണ്ടേ ആവത്തുള്ളൂ. പോയാലും മറ്റേതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇതെല്ലാം കേട്ടണ്ടേ അതില്? ഇതൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ അത് പോയാല് വീണ്ടും കേറ്റാം അതിനകത്തില്. ശരിയാ എന്ന് പറഞ്ഞോണ്ട് ആന്റിവൈറസ് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ളവർ കൂടെ ആന്റിവൈറസ് മേടിച്ചിട്ടുണ്ട്. എന്നാ ആന്റിവൈറസ് ഇപ്പൊ കടപൊട്ടി പോവല്ലോ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ ഒരു സജഷൻ പറഞ്ഞോളൂ. അത് പോയാലും ഇപ്പം കമ്പ്യൂട്ടർ ചീത്തയായി പോത്തൊന്നുമില്ല, കമ്പ്യൂട്ടർ അടിച്ചു പോകുന്നില്ല. പക്ഷെ ഒരെണ്ണം എന്താ പറയുക വീണ്ടും സോഫ്റ്റ്വെയറെല്ലാം കയറ്റേണ്ടി വരും. ഈ വിൻഡോസ് XP ഒക്കെ അല്ലെങ്കിൽ വിസ്റ്റ എന്താ കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, 7 ആണോ അത് കയറ്റേണ്ടി വരും. ഒന്നുകൂടെ കയറ്റി എല്ലാം വീണ്ടും ഫയലെല്ലാം വീണ്ടും പുതിയതുപോലെ ഇടേണ്ടി വരും. അത്രേ ഉള്ളൂ. അത് ശരിയാ, മറ്റേ കമ്പ്യൂട്ടറൊന്നും കത്തി പോവില്ല. പക്ഷെ അങ്ങനെയാണ് ആന്റിവൈറസിന്റെ ആവശ്യമില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് താൻ അങ്ങനെ ഞാൻ പറഞ്ഞ് നാക്കെടുത്തതിന് മുന്നേ താൻ പറഞ്ഞ കേസാ അത്. എന്നാ പിന്നെ കുഴപ്പമില്ല, പോട്ടെ അടിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ലെന്ന്. പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങനെ ചിന്തിക്കുന്ന നല്ലത് അന്നേരം പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞ ഉടനെ മേടിച്ചിടുമല്ലോ ആന്റിവൈറസ്.